ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് നമ്മളെ പാരൻസ് കുട്ടികളെ വാറിന് വേണ്ടിയിട്ട് വിടുന്ന സമയത്ത്, യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു വിഷമങ്ങളും അവരുടെ ആ ഒരു ഇമോഷണൽ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടന്നാലോ? ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും ഫ്രീ ആയിട്ട് നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെന്റിലാണ്. ഒരു ഏർലി മോർണിംഗ് ആണ്. ഉള്ള പാസഞ്ചേഴ്സ് എല്ലാം തലേന്ന് രാത്രിയെ അവരുടെ യാത്ര തുടങ്ങിയിട്ടുള്ളവരാണ്. ഇത് പോകുന്നത് സൽമോനിലേക്കാണ്. ഓക്കെ. ഒരു സ്റ്റേഷൻ, ഫാബ്രിയാനോ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ ഒരു സ്റ്റൗട്ട് വുമൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തടിച്ച് പവർഫുൾ ആയിട്ടുള്ള, അത്യാവശ്യം തടിയൊക്കെ ഉള്ള ഒരു സ്ത്രീ കയറുവാണ്. അവരെങ്ങനെയാണ് കയറുന്നത്? ഡീപ്പ് മോർണിംഗ് ആണ്, ഭയങ്കര വിഷാദത്തിലാണ്, ഭയങ്കര വിഷമത്തിലാണ്, ഭയങ്കര കരച്ചിലാണ്. അവര് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ട്രെയിനിലേക്ക്. അവരുടെ കൂടെ ആരുണ്ട്? തിൻ പെയിൽ ഹസ്ബൻഡ്, തിന്നായിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള, പെയിൽ എന്ന് പറഞ്ഞാൽ വെള്ളറി വെളുത്താന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡും ഉണ്ട്. അവരും വളരെ അധികം നെർവസും സിക്കുമാണ്. അതായത് കുറച്ച് ടെൻഷനിലും അതുപോലെ തന്നെ സുഖമില്ലാത്ത പോലെയൊക്കെയാണ് അവരും കാണുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാവരും അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് ഒരു സീറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അവരൊക്കെ മാറിക്കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് പൊളൈറ്റ്ലി അവരോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, കാരണം അവർ സീറ്റൊക്കെ ഒരുക്കി തന്ന് വഴി ഒരുക്കി തന്നതാണല്ലോ. എന്നിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കരയുന്നത് എന്നുള്ളത്. കാരണം അവരുടെ ഒരു മകൻ, ഒരേ ഒരു മകൻ, 20 വയസ്സായിട്ടേ ഉള്ളൂ, യുദ്ധഭൂമിയിലേക്ക് അയക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു വേദന അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇയാളുടെ പഠനത്തിന് വേണ്ടിയിട്ട് റോമിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇവര് വീട് വിട്ട് അവന്റെ കൂടെ പോയിക്കാണ്. അവരുടെ ജീവിതം മൊത്തം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവര് ഒഴിവാക്കി വെച്ചതാണ്, ഒഴിഞ്ഞു വെച്ചതെന്നൊക്കെ പറയില്ലേ, അതുപോലെ. അങ്ങനെയുള്ള മകനെ ആറ്റുനോറ്റുള്ള ഒരേ ഒരു മകനാണ്. ആ മകനെയാണ് ഇപ്പോൾ യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നത്. ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് മാസത്തേക്ക്, 6 മാസത്തേക്ക് യുദ്ധഭൂമിയിലേക്ക് പോകേണ്ടി വരില്ല എന്നായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു അറിയിപ്പ് ലഭിക്കുകയാണ്, ഉടനെ തന്നെ യുദ്ധഭൂമിയിലേക്ക് പോകണമെന്ന്. ആ ഒരു അറിയിപ്പ് കേട്ടത് മുതൽക്ക് ഇവരുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു പാരന്റ്സ് ആവുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. നമ്മളുടെ സ്വന്തം മക്കള് മരിക്കോ ഇല്ലേന്ന് ഉറപ്പില്ല, തിരിച്ചു വരുമോന്ന് ഉറപ്പില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അദ്ദേഹം പോകുന്നതിന് മുന്നേ, അവരുടെ മകന് പോകുന്നതിന് മുന്നേ സൽമോനയിൽ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആളുകളും ഇതുപോലെ ഇതേ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അവര് സ്ലോലി അവരുടെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്, അവരുടെയും വിഷമങ്ങൾ പറയാണ്. ഒരു പാസഞ്ചർ പറയാണ്, അവരുടെ 2 മക്കളും 3 പേരമക്കളും ഓൾറെഡി എവിടെയുണ്ട്? യുദ്ധഭൂമിയിലുണ്ട്. വേറൊരാൾ പറയാണ്, അദ്ദേഹത്തിന്റെ മകന് ഫസ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധത്തിന്. എന്നിട്ട് 2 തവണ പരിക്കേറ്റിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പിന്നെയും അവരെ യുദ്ധഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അവരുടെ സഫറിങ് ആണ് ഭയങ്കരമായിട്ടുള്ളത്, ഏറ്റവും വലുത് അവരുടെ വേദനയാണെന്ന് ഇങ്ങനെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ മക്കള് പോകുന്ന സമയത്ത് വേദന ഉണ്ടാവും. അപ്പൊ എല്ലാവരും പറയാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസ്കഷൻ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് മാറുകയാണ്, ഒരു പാരന്റൽ ലവിനെ പറ്റിയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് പോലെ. അതായത് പാരന്റൽ ലവ് എന്ന് പറഞ്ഞാല് സെയിം ആണ്, അത് ഒരു കുട്ടിയാണെങ്കിലും ഒരുപാട് കുട്ടിയാണെങ്കിലും ഒരുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ഒരു ബ്രെഡ് കുറെ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്ന പോലെ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ഫാദറിന് എല്ലാ മക്കളോടും ഒരുപോലെ സ്നേഹം ഉണ്ടാവും. അതായത് ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടിയാണ് ഇപ്പം യുദ്ധത്തിന് പോകുന്നത്. മറ്റൊരാൾക്ക് 2 മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുള്ള ആൾക്കാണ് വേദന കൂടുതൽ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതെങ്ങനെ ശരിയാവും എന്നാണ് മറ്റേയാൾ ചോദിക്കുന്നത്. കാരണം ഒരു കുട്ടിയുള്ള സമയത്തുള്ള വേദന കുറയുന്നില്ല, 2 കുട്ടിയാവുമ്പോൾ അത് ഡബിൾ ആവുകയാണ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അടുത്തൊരു ട്രാവലർ പറയുന്നത് ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു ദെയർ പാരന്റ്സ്, ദേ ബിലോങ് ടു ദ നേഷൻ. അവർ പറയാണ്, കുട്ടികൾ മാതാപിതാക്കൾക്കുള്ളതല്ല, മാതാപിതാക്കളുടെ സ്വത്തല്ല, അവര് രാജ്യത്തിനുള്ളവരാണെന്നാണ് അവർ പറയുന്നത്. രാജ്യം വിളിക്കുന്ന സമയത്ത് അവർ പോകുക തന്നെ വേണം. രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതിൽ മാതാപിതാക്കള് അഭിമാനിക്കണം എന്ന് പറയാണ്. പിന്നീട് ഒരു സ്റ്റൗട്ട് മാൻ വരികയാണ്. സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ള, ബോൾഡ് ആയിട്ടുള്ള, ഫാറ്റ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരാള് വരുവാണ്. അയാൾ പറയാണ് ധൈര്യമായിട്ടിരിക്കാന്.
അയാള് പറയാണ് അയാളുടെ മകന് ഹീറോയെ പോലെയാണ് യുദ്ധത്തില് മരിച്ചിട്ടുള്ളതെന്ന്. മരിക്കുന്നതിന് മുന്നേ മകന് തനിക്കെന്താണ് ധൈര്യം നൽകുന്നൊരു മെസ്സേജും അയച്ചിട്ടുണ്ട്. എന്താണ്? അദ്ദേഹം ഒരു ഹീറോ ആയിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹം ഇഷ്ടപ്പെട്ട പോലെയാണ് മരിക്കുന്നത്. എങ്ങനെയാണോ ജീവിക്കാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയാണോ മരിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെയാണ് മരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ആരും സങ്കടപ്പെടണ്ട എന്നുള്ള രീതിക്കാണ് മകന്റെ ആ ഒരു മെസ്സേജ്. അതുകൊണ്ട് തന്നെ അവർക്കെന്താണ് അദ്ദേഹം പറയാണ് എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ അഭിമാനം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര പ്രൗഡാണെന്ന്. ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ വാക്കുകളോട് യോജിക്കുന്നുണ്ട്. അവരും വിചാരിക്കുന്നത് അത് തന്നെയാണ്. ഇതൊരു പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണെന്ന്. ഈ ഒരു ദുഃഖിതയായിട്ടുള്ള ആ അമ്മ, ആ വൈഫ് എന്താണ് നിശബ്ദമായിട്ട് ഇതെല്ലാം കേൾക്കാണ്. നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് താനും അവരെപ്പോലെ എന്താണ് ശക്തിയായിരിക്കണം എന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങുന്നത്. അതായത് അവരുടെ മനസ്സിൽ എന്താണ് ഒരു മാറ്റം വരാണ്. ഒരു അമ്മയുടെ എന്താണ് യഥാർത്ഥ കടമ തനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവരിങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. അതായത് ഞാൻ ഭയങ്കര സെൽഫിഷ് ആവാണ്, മകന് രാജ്യത്തിന് കൂടെ വേണ്ടിയതാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ആ അമ്മ എത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ അവൾ എന്താണ് ആ ഒരു പിതാവിനെ നോക്കിയിട്ട്, ആ ഒരു സ്കൗട്ട് മാനിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ മകന് ശരിക്കും മരിച്ചോ? ആ ഒരു ചോദ്യം അറിയാതെ ഇങ്ങനെ വന്നു പോയതാണ്. പക്ഷെ ആ ചോദ്യം എന്താണ് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. ആ മനുഷ്യന്റെ മുഖം എന്താണ് പെട്ടെന്ന് മാറി. അവരുടെ ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു പ്രൗഡും ആ ഒരു എന്താ പറയാ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു അഭിമാനകരമായിട്ടുള്ള ആ ഒരു ഫേസ് ഒക്കെ അങ്ങോട്ട് അപ്രത്യക്ഷമാവാണ്. അവരുടെ കണ്ണുകള് നിറഞ്ഞ് കണ്ണുനീരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒലിക്കുകയാണ്. ആദ്യമായിട്ട് തന്റെ മകന് എന്നേക്കുമായിട്ട് മരിച്ചു എന്നുള്ള ആ ഒരു സത്യത്തെ എന്താണ് അവര് നേരിടുകയാണ്. അവരിതുവരെ എന്താണ് അത്രയും മനസ്സിനുള്ളിൽ വിഷമമുണ്ട്. പക്ഷെ അവരത് പുറത്തേക്ക് കാണിക്കുന്നില്ലായിരുന്നു. ഇല്ലാന്നുള്ള നടിച്ചു നടക്കുകയായിരുന്നു. ആക്ടിങ് ആയിരുന്നു അല്ലെ? പക്ഷെ ഇപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത് ശരിക്കും അവരുടെ മകന് മരിച്ചു എന്നുള്ളത്. അപ്പൊ അവർക്കത് എന്താണ് അവരുടെ ചുണ്ടൊക്കെ വിറയ്ക്കുന്ന, അവരുടെ ആ ഒരു ദുഃഖത്താൽ എന്താണ് അവരുടെ മുഖം എല്ലാം മാറി. ആള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ കരയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ കഥ അവിടെ അവസാനിക്കുന്നത്. ഈ ഒരു കഥ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. പാരൻസിന്റെ ആ ഒരു വേദനയും, യുദ്ധം എന്ന് പറയുന്നത് ഫാമിലീസിനെ എത്രത്തോളം ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും മെയിനായിട്ട് പാരൻസിന്റെ ഇമോഷൻ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.